വിശദമായ വാർത്തകളിലേക്ക്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇപ്പോഴും വാഗ അതിർത്തിയിൽ തുടരുകയാണ്. അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പാകിസ്ഥാൻ വൈകിപ്പിക്കുന്നുവെന്ന സൂചനയുണ്ട്. എയർ വൈസ് മാർഷൽ അടക്കമുള്ള മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥരും വാഗയിലുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു തത്സമയം. സന്തോഷ്, ഉച്ചയോടുകൂടി തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തന്നിരുന്ന സൂചന. ഇത് സ്വാഭാവികമായ ഒരു കാലതാമസമാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ, നടപടിക്രമങ്ങൾ വൈകുന്നതിലുണ്ടോ? എന്താണ് വിവരങ്ങൾ? രശ്മി, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ ഇന്ന് 2 തവണ ഈ അഭിനന്ദൻ വർദ്ധമാന്റെ കൈമാറ്റ സമയം മാറ്റി. ഇപ്പോൾ ഏറ്റവും അവസാനം അല്പസമയം മുമ്പാണ് വാഗ അതിർത്തിയിലേക്ക് അദ്ദേഹത്തെ ലാഹോറിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. 4 മണിയോടുകൂടി ഇത്തരത്തിലൊരു വാഹന വ്യൂഹം പാകിസ്ഥാനിൽ നിന്ന് വാഗ അതിർത്തിയിലേക്ക് എത്തി. അപ്പോൾ അത് അഭിനന്ദൻ വർദ്ധമാനെയും കൊണ്ടുവരുന്ന വാഹനമാണ് എന്നായിരുന്നു കരുതി പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്ത്, പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീടാണ് അതല്ല, പിന്നീട് ഒരു 6 മണിയോടുകൂടി കൊണ്ടുവരുമെന്ന് അറിയിച്ചു. എന്നാൽ വീണ്ടും സമയം മാറ്റി ഇപ്പോഴാണ് അദ്ദേഹത്തെ ലാഹോറിൽ നിന്ന് ഈ വാഗ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും വേണം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ഇതൊരു അനിശ്ചിതത്വം നിറഞ്ഞ ഒരു സംഭവമാണ്. ഇത് ആദ്യമാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത് സംബന്ധിച്ച് 2 കാര്യങ്ങൾ അറിയുന്നത്. ഒന്ന്, ഇസ്ലാമാബാദിൽ ഇദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ചില ഉന്നതതല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം ഇദ്ദേഹത്തെ കൈമാറിയാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ചില ഉപാധികൾ ഇതിനിടയിൽ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അതിനുശേഷമാണ് ഇദ്ദേഹത്തെ കൈമാറിയത്. മറ്റൊന്ന്, തികച്ചും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് മറ്റൊരു നടപടി പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്, കസ്റ്റഡിയിലുള്ള വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ പാകിസ്ഥാൻ ആർമി എടുത്തിരിക്കുന്നു. ആ വീഡിയോയിൽ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ ആർമിയുടെ കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് തനിക്ക് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല എന്ന് പറയുന്നതാണ് ആ വീഡിയോ ദൃശ്യങ്ങളുള്ളത്. ഇപ്പോൾ അത് പാകിസ്ഥാൻ മീഡിയ വ്യാപകമായി പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് ആർമി എടുത്തു നൽകിയതാണ്. ജനീവ കൺവെൻഷന്റെ ചട്ടങ്ങൾ പ്രകാരം ഇത്തരത്തിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുക്കുന്നതും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും ഒക്കെ രാജ്യാന്തര ചട്ടമനുസരിച്ച് തെറ്റാണ്. എന്നാൽ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും അഭിനന്ദൻ വർദ്ധമാന്റേത് എന്ന പേരിൽ ഒരു വീഡിയോ വീണ്ടും എടുത്ത് പ്രദർശിപ്പിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ അദ്ദേഹം പൂർണ്ണ വ്യോമസേനയുടെ വേഷത്തിലാണ് നിൽക്കുന്നത്. 2 ദിവസം പാകിസ്ഥാൻ ആർമിയുടെ കീഴിൽ കസ്റ്റഡിയിലായിരുന്നു. ഈ ദിവസങ്ങളിൽ തനിക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി എന്നാണ് അഭിനന്ദൻ വർദ്ധമാൻ പറയുന്നത്. പക്ഷെ ഇത്തരമൊരു ദൃശ്യം എന്തിന് വീണ്ടും എടുത്ത് പാകിസ്ഥാൻ ആർമി പ്രചരിപ്പിച്ചു എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. ഏറ്റവും ഖേദകരമായ രാജ്യാന്തര ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും പാകിസ്ഥാൻ ഇതുവഴി പ്രകോപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വാഗ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമായ വിവരം. ഔദ്യോഗികമായി കൂടി കൈമാറി എന്ന് അല്ലെങ്കിൽ ലഭിച്ചു എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമോ വിദേശകാര്യ മന്ത്രാലയമോ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് അദ്ദേഹത്തെ ഇന്ത്യക്ക് ലഭിച്ചുള്ളൂ എന്ന് പറയാനാവുകയുള്ളൂ. കാരണം പല തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പല അഭ്യൂഹങ്ങൾ പല രീതിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രശ്മി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടൽ തുടരുമെന്ന് അമേരിക്ക. സാഹചര്യങ്ങൾ വഷളാകുന്നത് ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും അമേരിക്ക പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ പാക് പ്രശ്നത്തിന് മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ റഷ്യയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെയുണ്ടെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ശരത്തിന്റെ റിപ്പോർട്ട്. ഇന്ത്യ പാക് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടിരുന്നുവെന്നും സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ തുടരുമെന്നുമാണ് ഇന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കണമെങ്കിൽ സംഘർഷം താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് യുഎസിന്റെ ഭാഗത്തു നിന്നും പരിശ്രമങ്ങൾ തുടരുകയാണ്. ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി ചർച്ചകൾ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ അയവ് വരുത്തുന്ന കാര്യത്തിൽ മധ്യസ്ഥ ചർച്ചകൾ വഹിക്കാൻ റഷ്യയും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വ്ളാദിമിർ പുടിൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരായി നടത്തിയ ആക്രമണത്തിന്റെ തെളിവുകൾ F-16 വിമാനത്തിന്റെ
ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മൗലാന മസൂദ് അസർ താമസിക്കുന്നുണ്ട് എന്നും പാകിസ്ഥാനിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ള കാര്യം ഇന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമൂദ് ഖുറേഷി ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് നൽകിയതിനു ശേഷവും ഇപ്പോഴും മസൂദ് അസറിനെതിരായി കാര്യമായ തെളിവുകളില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത്. ഇത് വ്യക്തമാക്കുന്നതായിരുന്നു ഷാ മെഹമൂദ് ഖുറേഷിയുടെ ഇന്നത്തെ പ്രസ്താവനയും. അതോടൊപ്പം തന്നെ ഇന്നും അതിർത്തി ലംഘിച്ചുകൊണ്ട്, വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പലതവണ പ്രകോപനപരമായി വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കുപ്വാരയിൽ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ സൈന്യം 2 ഭീകരരെ വധിച്ചിരുന്നു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കി ഏത് നിമിഷവും അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചു വരും എന്ന സൂചന. വിശദാംശങ്ങൾക്കായി നമുക്ക് സന്തോഷ് സർണിക്കിലേക്ക് വീണ്ടും പോകാം. സന്തോഷിലേക്ക് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സന്തോഷിലേക്ക്. രശ്മി, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തെ വാഗ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൈമാറും. ഇപ്പോൾ ഇനി വാഗ അതിർത്തിയിലെ ഫോർമാലിറ്റീസ് ആണ് പൂർത്തിയാക്കേണ്ടത്. പക്ഷെ എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു അറിയിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വൈകുന്നേരം ഇത്തരത്തിൽ അദ്ദേഹം എത്തി എന്ന തരത്തിലുള്ള പ്രചരണം പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് മാറ്റി. ഇപ്പോൾ പക്ഷേ അതിനേക്കാൾ ഗുരുതരമായൊരു സംഭവ വികാസമാണ് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള അഭിനന്ദ് വർത്തമാന്റെ മോചനം ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടക്കാനിരിക്കെ പാകിസ്ഥാൻ ആർമി അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കൂടി പാകിസ്ഥാൻ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ അദ്ദേഹത്തെ അഭിനന്ദ് വർത്തമാൻ സംസാരിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പക്ഷേ ആ വീഡിയോ ദൃശ്യം പരിശോധിച്ചാൽ മനസ്സിലാകും ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ വീഡിയോ എഡിറ്റിംഗ് നടന്നിരിക്കുന്നു. പല സ്ഥലത്തും വാക്കുകൾ ചിതറുന്നതും കാണാം. പാകിസ്ഥാൻ ആർമിയുടെ കഴിഞ്ഞതിനെ പ്രശംസിക്കുന്നതാണ് അഭിനന്ദ് വർത്തമാന്റെ വാക്കുകൾ എന്ന രീതിയിലാണ് വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ ആ വീഡിയോയിൽ ഉള്ളത് അഭിനന്ദ് വർത്തമാൻ തന്നെയാണ്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ സംസാരിക്കുന്ന പല ഭാഗത്തും കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിലൂടെ കാണാം. പാകിസ്ഥാന്റെ കൈവശമുള്ള ഇന്ത്യൻ സോൾജറിന് അവർ എത്ര ക്രൂരമായാണ് പെരുമാറുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുക. എന്തിനാണ് ഈ അവസാന നിമിഷം വീണ്ടും ഒരു വീഡിയോ എടുത്തിങ്ങനെ പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. നയതന്ത്ര മേഖലയിൽ തന്നെ ഇത് ഒരിക്കലും സംഭവിക്കാത്ത തികച്ചും പ്രകോപനപരമായ നടപടിയാണ്. കാരണം ജനീവ കൺവെൻഷൻ പ്രകാരം സമാധാന നടപടികളുടെ ഭാഗമായി കൈമാറുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചത്. പക്ഷേ അതല്ല ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ജനീവ കൺവെൻഷൻ പ്രകാരമാണ് കൈമാറുന്നതെങ്കിൽ ഒരു തരത്തിലും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളെ പകർത്താൻ പാടില്ല. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് അനുകൂലമാക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നു. അതിന് അദ്ദേഹം അനുവാദം നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. എന്നാൽ പോലും അഭിനന്ദൻ വർദ്ധമാൻ വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ തത്സമയം നൽകുന്നത്. സന്തോഷിലേക്ക് തന്നെ വീണ്ടും. തീർച്ചയായും ഇപ്പോഴത്തെ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ വൈദ്യുതമേൽ കാത്തിരുന്ന അതിന് കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കി അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വാഗ അതിർത്തിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി തത്സമയം ഒപ്പമുള്ളത് സന്തോഷ് സർലിംഗ് ആണ്. അഭിനന്ദൻ വർദ്ധമാൻ വളരെ സന്തോഷവാനായി കാണപ്പെടുന്നു ദൃശ്യങ്ങളിൽ. ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. രാജ്യമേറെ ആകാംക്ഷയോടെ, രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടുകൂടി അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു, ഇന്ത്യൻ മണ്ണിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേഷം ശ്രദ്ധിക്കുക. നല്ല കോട്ട് ധരിച്ച് നേരത്തെ
അദ്ദേഹം പിടിയിലായിരുന്ന സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ യൂണിഫോം ആയിരുന്നെങ്കിൽ അതൊക്കെ മാറി അദ്ദേഹം കോട്ടൊക്കെ ഇട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം വ്യോമസേനയുടെ പ്രതിനിധികളാണ് ഉള്ളതെന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം കഴിച്ചപ്പോൾ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും സെക്യൂരിറ്റി ഗാർഡുകളുമുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അദ്ദേഹം ആരോഗ്യവാനായി കാണുന്നുണ്ടെങ്കിൽ പോലും മുഖത്ത് ക്ഷീണമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഇവിടെ നിന്നും ഇനി അമൃത്സർ വഴി ഡൽഹിയിലേക്ക് ഉടൻ എത്തിക്കും. എന്തായാലും ഏറെ സമയത്തെ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അഭിനന്ദ് വർത്തമാൻ ഇന്ത്യൻ മണ്ണിൽ എത്തിയിരിക്കുന്നു. 27-ാം തീയതി രാവിലെ 10 മണിക്കാണ് പാകിസ്ഥാൻ ജെറ്റുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടയിൽ പാകിസ്ഥാൻ മണ്ണിലേക്ക് അദ്ദേഹം വീണു പോകുന്നത്. അവിടെ വെച്ച് അവിടുത്തെ പ്രദേശവാസികൾ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചു. അതിനുശേഷം പാകിസ്ഥാൻ സേനയുടെ ചോദ്യത്തിന് അദ്ദേഹം വിധേയനായി. എന്നിട്ട് പോലും പല കാര്യങ്ങളും അദ്ദേഹം പറയാൻ കഴിയില്ല എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അതിനുശേഷം ആ ധീരത, അതിനുശേഷം പാകിസ്ഥാൻ മണ്ണിൽ വീണുപോയ സമയത്ത് പോലും തന്റെ കൈവശമുള്ള രേഖകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിന് ഒരു രഹസ്യവും കിട്ടാതിരിക്കാനുള്ള മുൻകരുതൽ പോലും ഈ വീരസേനാ നായകൻ എടുത്തു. ഇപ്പോൾ അദ്ദേഹം എന്തായാലും ഇന്ത്യയുടെ സമ്മർദ്ദ നീക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ തിരിച്ചു ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം രാത്രി ഇപ്പോൾ സമയം 9:15 ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വരികയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വ്യോമസേനയുടെ തന്നെ 2 മുതിർന്ന വൈസ് എയർ മാർഷൽമാരാണ് എത്തിയിരുന്നത്. വൈസ് എയർ മാർഷലായ RG കപൂർ, പ്രഭാകരൻ എന്നിവരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തി. കാരണം വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ധീരനായ പുത്രനാണ് ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ. രാജ്യം മുഴുവൻ അഭിനന്ദിന്റെ സുരക്ഷയോർത്ത് ആശങ്കപ്പെട്ടിരുന്നു കഴിഞ്ഞ 2 ദിവസം. പക്ഷേ അദ്ദേഹം പിടിച്ചു നിന്നു പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിൽ. ഇപ്പോൾ അദ്ദേഹം ഉന്മേഷവാനായി തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച് ഇനി ഇവിടെ നിന്ന് എത്രയും വേഗം ഡൽഹിയിൽ എത്തിക്കുകയാണ്. നേരത്തെ ഇനി ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി സൈന്യത്തിന് അറിയാം. സൈന്യം നേരത്തെ തന്നെ അത് തീരുമാനിച്ചിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും ഇനി അഭിനന്ദ് വർത്തമാൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ എയർ മാർഷലായി വിരമിച്ച സിംഹക്കുട്ടി വർത്തമാൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവും ഡൽഹിയിലുണ്ട്. രണ്ടാമത്തെ തലമുറയാണ് അവർ സേനയിൽ സേവനമനുഷ്ഠിക്കുന്നത്. അത്രയേറെ സേനയുമായി അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മനസാന്നിധ്യത്തോടെ വിടാതെ നേരിടാൻ അവർക്കറിയാം. അതാണ് നമ്മൾ ഈ 2 ദിവസവും കണ്ടത്. പാകിസ്ഥാൻ തന്നെ അവരുടെ കസ്റ്റഡിയിലിരിക്കെ പുറത്തുവിട്ട വിഷയങ്ങളിൽ പോലും തലയുയർത്തി നിന്നും തനിക്ക് പറയാൻ പറയില്ല എന്ന് തന്നെ പറയുന്ന അഭിനന്ദനെയാണ് ഇതാ കണ്ടത്. പാകിസ്ഥാൻ അവരുടെ ഗേറ്റ് തുറന്നു. ഇതാ അഭിനന്ദ് എത്തുകയാണ്, നമ്മുടെ മണ്ണിലേക്ക് നടന്നു വരികയാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ സേന അദ്ദേഹത്തോട്, സുരക്ഷാ ഗാർഡുകൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന കാണാം. അദ്ദേഹത്തോടൊപ്പമുള്ളത് പാകിസ്ഥാനിലെ ഇന്ത്യൻ സേനയുടെ അറ്റാഷെ ആയിരിക്കുന്ന JD കുര്യനാണ്, മലയാളിയാണ്. അദ്ദേഹം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സേനയുടെ പ്രതിനിധിയാണ്, ഇന്ത്യൻ അറ്റാഷെയാണ്. അദ്ദേഹം രാവിലെ മുതൽ ലാഹോറിൽ എത്തിയത് മുതൽ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അഭിനന്ദ് വർത്തമാനോടൊപ്പം ഉണ്ടായിരുന്നു. റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിൽ പാകിസ്ഥാൻ കൈമാറുമ്പോൾ പോലും സാന്നിധ്യമായി അദ്ദേഹത്തോടൊപ്പം ഈ JD കുര്യൻ അറ്റാഷെയോട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം പാകിസ്ഥാൻ ഭാഗത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിതാ കാണാൻ കഴിയുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഗേറ്റുകൾ തുറന്ന് അദ്ദേഹം പുറത്തേക്ക് വരെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. പാകിസ്ഥാന്റെ പട്ടാളമാണ് തൂക്കുമായി അദ്ദേഹത്തിന്റെ 2 സൈഡും നിൽക്കുന്നത്. അഭിനന്ദ് വർത്തമാൻ ഇനി ഇന്ത്യൻ മണ്ണിലേക്ക് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും. ഇനി എന്റെ സാങ്കേതിക നടപടിയും നമുക്ക് എന്തായാലും കാണാം. നമ്മുടെ കൺവെട്ടത്ത്, നമ്മുടെ കയ്യെത്തും ദൂരത്ത് വ്യോമസേനയുടെ വീരപുത്രൻ നിൽക്കുകയാണ്. 2 ദിവസം, 2 ഇപ്പൊ ഇന്ന് 3-ാം ദിവസമാണ് അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ. ഏറ്റവും അവസാനം ഇന്നേ ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറുന്ന സംബന്ധിച്ച്. ഇന്നലെ പാർലമെന്റിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വലിയ പ്രസ്താവനയൊക്കെ നടത്തി അദ്ദേഹത്തെ സമാധാന നടപടികളുടെ ഭാഗമായി വിട്ടയക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും
പിന്നീട് വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങൾ, അത്ര വേഗതയൊന്നും പാകിസ്ഥാൻ കാണിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അദ്ദേഹം പിന്നീട് ഇന്ന് രാവിലെ ഇദ്ദേഹത്തെ വിട്ടയക്കുന്നതിനെതിരെ കേസ് കൊടുക്കുന്നു. ആ കേസ് പിന്നീട് ഇസ്ലാമാബാദ് കോടതി തള്ളുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ ഉന്നതതല യോഗം ചേരുന്നു ഇദ്ദേഹത്തെ വിട്ടയക്കുന്നത് സംബന്ധിച്ച്. 2 തവണ അദ്ദേഹത്തെ വിട്ടയക്കുന്നതിന്റെ സമയക്രമം തന്നെ മാറ്റി. ഒരിക്കൽ പൂർണ്ണമായും അദ്ദേഹം വാഗാ ബോർഡറിൽ എത്തി എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് വാഗാ ബോർഡറിനപ്പുറത്ത് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്താണെന്ന് വിവരം കിട്ടുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എത്തിയെന്ന് നമ്മൾ കരുതി. എന്നാൽ ആ സമയക്രമം വീണ്ടും മാറ്റി, പിന്നെ 6 മണിയാക്കി എന്ന് മാറ്റി, വീണ്ടും അത് മാറ്റി. ഇപ്പോൾ രാത്രിയോടുകൂടി, ഇപ്പോൾ രാത്രി 9:25 ആകുമ്പോഴാണ് അദ്ദേഹത്തെ ബോർഡറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മണിക്കൂറുകൾക്ക് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം മൊത്തം 78 മണിക്കൂറിലേറെ സമയം അദ്ദേഹം പാകിസ്ഥാൻ മണ്ണിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഖേദകരമായ കാര്യം. അദ്ദേഹം എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യം അദ്ദേഹത്തിന്റെ സുരക്ഷയോർത്തുള്ള ആശങ്കയിലായിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വാഗ അതിർത്തിയിൽ പാകിസ്ഥാൻ ഭാഗത്തുള്ളവർ ഇതിന്റെ രേഖകൾ ഒക്കെ പരിശോധിക്കാൻ അതാ ഗേറ്റുകൾ തുറക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ആ ദൃശ്യം കാണുന്നു. പാകിസ്ഥാൻ അവരുടെ വാഗ ബോർഡറിലെ അവരുടെ ഭാഗത്തെ ഗേറ്റുകൾ തുറക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ മുന്നോട്ട് വരികയാണ് അഭിനന്ദ് വർത്തമാൻ. അതാ മുന്നോട്ട് വരുന്നു. പാകിസ്ഥാൻ ഗേറ്റ് കടന്നിരിക്കുന്നു അദ്ദേഹം. ഇന്ത്യൻ മണ്ണിൽ അദ്ദേഹം എത്തി. ഇന്ത്യൻ സേനയുടെ കൈവശം അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ സേന അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ സേന അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹം ഇപ്പോൾ BSF ആണ് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളത്. BSF ആണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത്. ഇനി BSFന്റെ കയ്യിൽ അദ്ദേഹം സുരക്ഷിതമായത് ഇന്ത്യൻ മണ്ണിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ സമയം 9:23 വാഗ അതിർത്തി കടന്ന് അഭിനന്ദ് വർത്തമാൻ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ സേനകൾ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇനി വ്യോമസേനയുടെ 2 മുതിർന്ന വൈസ് എയർ മാർഷൽമാരെയാണ് സേന ഇദ്ദേഹത്തെ സ്വീകരിക്കാനായി അയച്ചത്. അവർ രണ്ടുപേരും ഇനി അദ്ദേഹവുമായി സംസാരിക്കും. വൈസ് മാർഷൽ RG കപൂർ, വൈസ് മാർഷൽ പ്രഭാകർ തുടങ്ങി 2 പേരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. അങ്ങനെ ഉന്നതതല സംഘത്തിനെയാണ് അയച്ചത്. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ തന്നെയുണ്ട്, കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിൽ തന്നെയാണ്. രാജ്യം അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ കാണുന്ന ഈ സമയത്ത് പോലും തെരഞ്ഞെടുപ്പ് തിരക്കിലാണ് പ്രധാനമന്ത്രി. അതാണ് ഖേദകരം എന്ന് പറയാൻ. എന്തായാലും അഭിനന്ദ് വർത്തമാൻ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം. ഏറെ നീണ്ട നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും, സമ്മർദ്ദങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും നമുക്ക് അഭിനന്ദിനെ കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറെ ആഹ്ലാദകരമായ ഒരു വസ്തുത. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ചിലത് അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ അല്പസമയം മുമ്പ് കാണിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അത് മാറ്റി. ഇപ്പോൾ ഇന്ത്യൻ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങളാണ് ഇനി നമുക്ക് കാണേണ്ടത്. അദ്ദേഹത്തെ ഒരു കാറിൽ കയറ്റുന്നൊരു ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യ എന്ന ബോർഡ് കാണാം. എന്തായാലും 27-ാം തീയതി 11 മണിയോടുകൂടിയാണ് അഭിനന്ദ് വർത്തമാൻ പാകിസ്ഥാൻ മണ്ണിൽ വീണു പോകുന്നത്. അതും പാകിസ്ഥാനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ. ആ പ്രതിരോധത്തിന് പോലും ഒരു വീരോചിതമായ ഫൈറ്റ് ഉണ്ട്. കാരണം അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശമെത്തിയ ഏറ്റവും അത്യാധുനിക വിമാനമാണ് F-60 വിമാനം. ഇന്ത്യയിൽ ആക്രമിക്കാൻ അവർ അവരുടെ കൈവശമുള്ള ഏറ്റവും വലിയ വിമാനത്തിന് തന്നെ അയച്ചു, F-60. പക്ഷെ അത് ഇദ്ദേഹം അഭിനന്ദ് വർത്തമാൻ അതിനെ പ്രതിരോധിച്ചത് MiG-21 കൊണ്ടാണ്. MiG-21 എന്ന് പറയുന്നത് കാലക്രമേണ പരിശോധിച്ചാൽ അറിയാം ഏറ്റവും പഴക്കം ചെന്നൊരു വിമാനങ്ങളിൽ ഒന്നാണ് MiG-21 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്ന MiG-21 മാത്രമായിരുന്നു. അത് ഉപയോഗിച്ചു F-60 അദ്ദേഹം പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ഒരു F-60 വിമാനത്തെ തകർത്തിടുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അത് വേറൊരു രീതിയിൽ താരതമ്യം ചെയ്യാം. ഒരു നല്ല ഒരു കാറും, ബെൻസോ അങ്ങനെയുള്ള ആ ലെവലിലുള്ള നല്ലൊരു കാറും പിന്നെ ഒരു സാധാരണ പഴക്കം ചെന്നൊരു കാറ് കൊണ്ട് എങ്ങനെ എതിരിടും, അതുപോലെയാണ് MiG-21 കൊണ്ട് F-60. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ഞെട്ടലോടെയാണ് കണ്ടത്. കാരണം അത്തരം ഒരു വിമാനത്തെ വെടിവെച്ചിടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പോലും അതൊരു ധീരമായ പോരാട്ടം തന്നെയാണ്. അങ്ങനെ വെടിവെച്ച് തകർത്തിട്ടതിന് ശേഷമാണ് MiG-21 തകർന്ന് വീണ് പോകുന്നത്. അദ്ദേഹം അവിടെ വീഴുന്നത് പോലും. അങ്ങനെയുള്ള അഭിനന്ദ് വർത്തമാനെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഇന്ത്യയുടെ ഒരു അഭിമാന പ്രശ്നമാണ്. എന്തായാലും അദ്ദേഹം
ഇന്ത്യൻ മണ്ണിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം അല്പസമയത്തിനകം ആ ഗേറ്റ് കടന്ന് പുറത്തു വന്ന് അമൃത്സർ വഴി ഡൽഹിയിലേക്ക് പോകും. ഇന്ത്യ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി, ഇന്ത്യൻ പട്ടാളക്കാർ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുന്നു. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകുകയും ചെയ്തു. ഇനി ഇന്ത്യക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു അഭിനന്ദൻ വർദ്ധമാനെ. ഇനി എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ സന്തോഷിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. സന്തോഷ്, ഇനി എത്ര സമയത്തിനുള്ളിൽ ദില്ലിയിൽ എത്തിക്കാൻ സാധിക്കും അഭിനന്ദനെ? ഒരു ഐക്കോണായി ഉയർന്നിരിക്കുകയാണ് ഇന്ന് അഭിനന്ദൻ വർദ്ധമാൻ. എങ്ങനെയായിരിക്കും ഇന്ത്യ അദ്ദേഹത്തെ ആദരിക്കുക? വിശദാംശങ്ങൾ. തീർച്ചയായും രശ്മി, ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വീരനായ പുത്രനാണ് അഭിനന്ദൻ വർദ്ധമാൻ. ഇപ്പോൾ ഇന്ത്യക്ക് അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ് എന്നത് കൃത്യമായി വ്യോമസേനയ്ക്ക് അറിയാം. അത് വ്യോമസേന നേരത്തെ തന്നെ ആ ഷെഡ്യൂൾ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ എത്രയും വേഗം ഇനി ഡൽഹിയിൽ എത്തിക്കുക എന്നതാണ്. വാഗ അതിർത്തിക്ക് സമീപമുള്ള ഏറ്റവും അടുത്ത് ഉള്ള വിമാനത്താവളം എന്ന് പറയുന്നത് അമൃത്സറിലാണ്. അവിടെ വായുസേനയുടെ പ്രത്യേക വിമാനം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ ഇനി വാഗ അതിർത്തിയിൽ നിന്ന് നേരെ അമൃത്സറിലേക്കാണ് കൊണ്ടുപോകുന്നത്. അമൃത്സറിൽ നിന്നും വിമാനമാർഗം ഡൽഹിയിലെത്തിക്കും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇദ്ദേഹം ഡൽഹിയിലെ വ്യോമസേനയുടെ പാലം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് പിന്നീട് ഡൽഹിയിലെ ആർമി ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. കാരണം ഇനി ഇദ്ദേഹത്തിന് അഭിനന്ദൻ വർദ്ധമാന് കുറച്ച് വിശ്രമവും ആവശ്യമാണ്, ചികിത്സ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ മെഡിക്കൽ പരിശോധനയും ഇനിയും പൂർത്തിയാക്കണം. കാരണം അതൊരു പ്രോട്ടോകോളിന്റെ ഭാഗം കൂടിയാണ്, എന്നാൽ ഭാഗമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ മണ്ണിൽ വീണുപോയ സൈനികനെ പാകിസ്ഥാൻ എങ്ങനെ ക്രൂരമായി പെരുമാറും നമുക്ക് മുൻപരിചയമുണ്ട്. കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാനിൽ അപകടപ്പെട്ടു പോയ ഫൈറ്റ് ലെഫ്റ്റനന്റ് നജികേദിനെ വളരെ ക്രൂരമായാണ് അന്ന് പാകിസ്ഥാൻ മർദ്ദിച്ചത്. 1999 വീണുപോയി അദ്ദേഹത്തെ 8 ദിവസത്തിന് ശേഷം ഇന്ത്യക്ക് കൈമാറി. എന്നിട്ട് പോലും അദ്ദേഹത്തെ അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നത് 2003 അത്രയേറെ കാലതാമസം, ഏകദേശം 3 വർഷത്തോളം എടുത്തു അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ. പാകിസ്ഥാൻ അങ്ങനെ ക്രൂരമായാണ് അദ്ദേഹത്തെ ശാരീരികമായി ഉപദ്രവിച്ചത്. അഭിനന്ദൻ വർദ്ധമാൻ അത്രയും കാലം അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു 3 ദിവസമാണ്. പക്ഷെ 3 ദിവസത്തിനുള്ളിൽ പല ചോദ്യം അദ്ദേഹത്തെ ഉപദ്രവിച്ചിരിക്കാം. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ്, റെസ്റ്റ് ആവശ്യമാണ്. അദ്ദേഹത്തെ ഡൽഹിയിൽ ഇന്ന് സൈനിക ആശുപത്രിയിൽ എത്തിക്കും. സൈനിക ആശുപത്രിയിൽ ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. അദ്ദേഹം ഇനിയും വിശ്രമിക്കും ആശുപത്രിയിൽ. ഇപ്പോൾ ഇനി അദ്ദേഹം മാതാപിതാക്കളെയാണ് ഇപ്പോൾ കാണുക. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ രാവിലെ തന്നെ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലെത്തി, വിമാനമാർഗം എത്തി. അവർക്ക് ഡൽഹി വിമാനത്താവളത്തിൽ പോലും യാത്രക്കാർ കയ്യുടിയോടുകൂടി ആദരത്തോടെ യാത്രയക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ 2014 വരെ ഇതേ മേഖലയുടെ ചുമതലയുള്ള പശ്ചിമ എയർ കമാൻഡിന്റെ എയർ മാർഷൽ. അഭിനന്ദനെ ഇന്ത്യക്ക് തിരിച്ച് ലഭിച്ചിരിക്കുന്നു. ഇനി അമൃത്സറിൽ നിന്ന് അഭിനന്ദൻ വർദ്ധമാനെ ദില്ലിയിൽ എത്തിക്കും. അവിടെ അദ്ദേഹം ആർമി ആശുപത്രിയിൽ ചികിത്സ നേടും. ഇനി ഇടവേളയാണ്. ഇടവേളയിലേക്ക്